ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ MCQ സീരീസ് ആട്ടോ. നമ്മളിനി മാക്സിമം ഡേയ്സിൽ കുറച്ച് MCQs ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MCQ കേരാഫെഡ് അതുപോലെ ക്ലർക്കിലൊക്കെയുള്ള MCQs ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. 90 72 71 07 72 വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നോക്കുക, ഓരോ ക്ലാസ്സും അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതമായിട്ടാണ് പോകുന്നത്. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതമാണ് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്യുമെൻറ്റ്സ് വിച്ച് ഈസ് മെയ്ഡ് ഔട്ട് വെൻ എവർ വൺ പേഴ്സൺ സെൽസ് ഗുഡ്സ് ടു അനദർ. ഡാഷ് ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് മെയ്ഡ് ഔട്ട് വെൻ എവർ വൺ പേഴ്സൺ സെൽസ് ഗുഡ്സ് ടു അനദർ. ഒരാൾ മറ്റൊരാളിലേക്ക് ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, വൗച്ചർ, ഇൻവോയ്സ്. ഓക്കെ, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, വൗച്ചർ, ഇൻവോയ്സ്. ഇവിടെ നോക്കുക, കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? ഇൻവോയ്സ് ആണ് അല്ലേ? കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? ഇൻവോയ്സ് ആണ്. അപ്പം ഇത് പറയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സോഴ്സ് ഡോക്യുമെൻറ്റുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. ഏതൊക്കെയാണ് വേരിയസ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും അതെപ്പോഴും സപ്പോർട്ടഡ് ബൈ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം. ഡോക്യുമെൻറ്റ്സ് അതിനൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിലേക്ക് നമ്മൾ സെയിൽസ് നടക്കുമ്പോൾ നമ്മൾ മെയിനായിട്ടും കൊടുക്കുന്ന ഡോക്യുമെൻ്റ് നമ്മൾ ഇൻവോയ്സ് എന്നാണ് പറയുക. നമ്മളത് 3 കോപ്പീസിലാണ്, ട്രിപ്ലിക്കേറ്റ് ഫോമിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇൻവോയ്സ് 2 ടൈപ്പ് ഉണ്ട്. ബയറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻവേർഡ് ഇൻവോയ്സ് ആണ്. ഓക്കെ, നമ്മളിത് പർച്ചേസ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇത് പറയുമ്പോൾ ഓർത്തോണം, പർച്ചേസ് ബുക്കിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇൻവേർഡ് ഇൻവോയ്സ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് അതിനെ തിരുത്തി അല്ലെങ്കിൽ ഒരു മാറ്റി ആ ഒരു ആംഗിളിൽ നിന്നും പറയാം. ഓക്കെ, ഇനി സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സ് സെയിൽ നടക്കുന്ന സമയത്ത് അയാൾ ഔട്ട്വേർഡ് ഇൻവോയ്സ് ആണ് റൈറ്റപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഔട്ട്വേർഡ് ഇൻവോയ്സിൽ നിന്നാണ് അത് സെയിൽസ് ബുക്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സെയിൽസ് ബുക്കിൽ എൻ്റർ ചെയ്യുന്നത് ഔട്ട്വേർഡ് ഇൻവോയ്സിൽ നിന്നും, അതുപോലെ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ഇൻവേർഡ് ഇൻവോയ്സും. അപ്പോൾ ഇൻവോയ്സ് ഈക്വൽ ടു സെയിൽ ആൻഡ് പർച്ചേസ്. ഓക്കെ, സെയിൽ ആൻഡ് പർച്ചേസ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഉള്ള 3 സോഴ്സ് ഡോക്യുമെൻറ്റുകൾ കൂടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, വെൻ ഗുഡ്സ് ആർ റിട്ടേൺ ടു ദ സെല്ലർ, അതായത് പർച്ചേസ് റിട്ടേൺ നടക്കുന്ന സമയത്ത് വെൻ ഗുഡ്സ് ആർ റിട്ടേൺ ടു ദ സെല്ലർ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട്. ഓക്കെ, പർച്ചേസ് റിട്ടേൺ ഈക്വൽ ടു ഡെബിറ്റ് നോട്ടാണ് അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റ്, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ. ദെൻ സെയിൽസ് റിട്ടേണിൻ്റെ സമയത്തോ ചിലപ്പോൾ കസ്റ്റമർ പ്രൊഡക്റ്റ് ഡാമേജ് ആകുമ്പോഴോ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആകുമ്പോഴോ ഒക്കെ തന്നെ റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ക്രെഡിറ്റ് നോട്ടാണ്. അപ്പോൾ സെയിൽസ് റിട്ടേണിൻ്റെ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെയുള്ളതാണ് പൈസ കിട്ടുന്ന സമയത്ത് ക്യാഷ് റെസീപ്റ്റിൻ്റെ സമയത്ത് നമ്മൾ ക്യാഷ് റെസീപ്റ്റുകളാണ് അതിന് വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, നമ്മളത് നോർമലി ഡെബിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതുപോലെ വൗച്ചർ പേയ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്നത് വൗച്ചറാണ്. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ പേയ്മെൻറ്റ് കൊടുത്തു, അപ്പം നമ്മൾ വൗച്ചറാണ് എൻ്റർ ചെയ്യുക. ഓക്കെ, അത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് പേയ്മെൻറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്, അതായത് ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്കാണ്. അപ്പോൾ ക്യാഷ് റെസിപ്റ്റാണ് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാനായിട്ടുള്ള എവിഡൻസ്. അതുപോലെ വൗച്ചറാണ് ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ എവിഡൻസ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അഥവാ സോഴ്സ് ഡോക്യുമെൻറ്റ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ റിഡക്ഷൻ ഇൻ ദ കാറ്റലോഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിളിൻ്റെ കാറ്റലോഗ് പ്രൈസിലുള്ള റിഡക്ഷനാണ് എന്ത് ഡിസ്കൗണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ട്. അങ്ങനെ പറയുമ്പോൾ 2 ഡിസ്കൗണ്ടാണ് മെയിനായിട്ട് ഉള്ളത്. ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്, അതുപോലെ ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്. ഓക്കെ, ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്, അതുപോലെ ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് മെയിനായിട്ടും മാനുഫാക്ചറർ റീറ്റെയിലറിനൊക്കെ ആയിരിക്കും കൊടുക്കുക. അതായത് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്ന ട്രേഡ് ഡിസ്കൗണ്ട് കേട്ടോ, കോളം മാറിയാണ് കിടക്കുന്നത്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറർ റീറ്റെയിലർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ടിൽ ഒരു എൻട്രി നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മെയിൻറ്റെയിൻ ചെയ്യില്ല.
ഷോൺ ആസ് റിഡക്ഷൻ ഇൻ ദ പ്രൈസിലൊരു റിഡക്ഷൻ ആയിട്ടാണ് നമ്മളത് കാണിക്കുക. ഓക്കെ, അതുകൊണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് ഒരിക്കലും ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കില്ല. നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഡിസ്കൗണ്ടാണ്. ഓരോ ട്രേഡിനനുസരിച്ച് അത് വേരി ചെയ്യും. ഓരോ ട്രേഡിനനുസരിച്ചും ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ വാല്യൂ വേരി ചെയ്യും. അത് ആസ് എ പെർസെൻറ്റേജ്, പ്രൈസിൽ ഒരു പെർസെൻറ്റേജ്, ഫോർ എക്സാമ്പിൾ പ്രൈസിൻ്റെ ഒരു 50%, അല്ലെങ്കിൽ പ്രൈസിലൊരു 20%, അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഫോമിലായിരിക്കും ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ മെയിനായിട്ടും കൊടുക്കുക. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട് വരുമ്പോൾ മെയിനായിട്ടും ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് കൊടുക്കുന്നതായിരിക്കും. നമുക്കൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ടേബിൾ നിങ്ങൾ ഓർത്തോണം. ഫസ്റ്റ് കോളം ട്രേഡ് ഡിസ്കൗണ്ടും സെക്കൻഡ് കോളം ക്യാഷ് ഡിസ്കൗണ്ടും ആട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി സിസ്റ്റം ബോത്ത് പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ കാനോട്ട് ബി പ്രിപ്പയർഡ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. പിന്നെ അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. കാരണം ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ ട്രാൻസാക്ഷൻ്റെയും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് റെക്കോർഡ് ചെയ്യാം. കാരണം പേഴ്സണൽ, നോമിനൽ, റിയൽ അക്കൗണ്ട് 3 അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പി ആൻഡ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഡ്രോ ചെയ്യാൻ പറ്റും. എല്ലാ ട്രാൻസാക്ഷൻ്റെയും ആ 2 ഫോൾഡ് എഫക്റ്റിൽ നമുക്ക് അരിത്തമെറ്റിക്കൽ ആക്യുറസി കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറേഴ്സും ഫ്രോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാം. അതുപോലെ കമ്പാരിസണും പോസിബിൾ ആയിരിക്കും. എന്നാൽ സിംഗിൾ എൻട്രി സിസ്റ്റം വരുമ്പോഴത്തേക്കും ഇറ്റ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻ്റെയും കംപ്ലീറ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഫിനാൻഷ്യൽ പൊസിഷൻ അതുകൊണ്ട് തന്നെ അസർട്ടൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇറേഴ്സൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. കമ്പാരിസണും അതുകൊണ്ട് പോസിബിൾ ആവത്തില്ല. കാരണം ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.